അസ്സലാമലൈക്കും. അപ്പോൾ സുഹൃത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ളൊരു കോക്കനട്ട് കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ബേക്കറിയിൽ കിട്ടുന്ന അതേ രുചി തന്നെ നമുക്ക് തയ്യാറാക്കാം. അതെല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയൊക്കെ ചേർക്കുന്നു, എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് റവയാണ് കേട്ടോ. വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. അതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു 1/4 കപ്പ് ഇടാണ് കേട്ടോ. അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് പഞ്ചസാര, ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൗഡറാക്കുക. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ്, നല്ല നെയ്യ് ചേർത്തണം കേട്ടോ. അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം അതിൻ്റെ എല്ലാ ചേരുവകളും ഒന്ന് നന്നായിട്ടൊന്ന് ഒന്നാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 5 മിനിറ്റ് തന്നെ നമ്മൾ കൈകൊണ്ടൊന്ന് ഞെരടണം കേട്ടോ. നന്നായിട്ട് ഞെരടുമ്പോഴാണ് കറക്റ്റ് ആ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പാകം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനെ ബേക്കറിയിലേക്കൊന്നും ഓടാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് ഞെരടണം. അത് കഴിഞ്ഞ് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതുണ്ടോ ഇങ്ങനെ ഒരു ഉണ്ട പോലെ ആവുന്ന ആ പാകം വരുമ്പോൾ നമുക്ക് ഇത് കുഴച്ചെടുക്കണം. ഉണ്ടോ നല്ല ഇങ്ങനെ ആ ഒരു ഉടയാത്ത രീതിയിൽ അങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ ആ ഒരു രീതിയിലാവണം. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ തെളിച്ചാണ് അത് കുഴച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് വയ്ക്കരുത്. കാരണം പൗഡർ ഷുഗർ അങ്ങനെ പൗഡറാക്കി ഇട്ടതിനെ കൊണ്ട് നമ്മൾ എന്തായാലും ഇത് വെള്ളമാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓവറായിട്ട് വെള്ളം ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം തെളിച്ച് വേണം ഇതിന് ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിൻ്റെ അതേ ആ ഒരു പാകത്തിൽ നമ്മൾ കുഴച്ചെടുക്കുക. അതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒരു കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ തേച്ച് കൊടുത്തിട്ട് അവിടെ വെച്ചിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഫുൾ മാവ് ഞാൻ 2 പോർഷനാക്കി എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു കോയിൽ വെച്ചിട്ടൊന്ന് ഒരു 1/4 ഇഞ്ച് കനത്തിൽ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അധികം പ്രസ് ചെയ്യരുത് കേട്ടോ. അധികം പ്രസ് ചെയ്താൽ പൊടിഞ്ഞു പോകും. നമ്മൾ പതുക്കെ കണ്ടു വേണം ഇത്. അതിനാണ് ഞാൻ അടിയിൽ എണ്ണ തേച്ച് കൊടുത്തത്. അപ്പോൾ ഒരിക്കൽ പോലും ഇത് ഒട്ടിപ്പിടിക്കാണ്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. അതിന് ശേഷം ഞാൻ കുക്കി കട്ടർ എടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 2-3 ഐറ്റംസ് ഇതിൻ്റെ പല മോഡലുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതൊന്നും ഇല്ലാത്തവർക്ക് കുപ്പിൻ്റെ അടപ്പോ അല്ലെങ്കിൽ നല്ല പാത്രത്തിൻ്റെ മൂടിയോ അതും അല്ലെങ്കിൽ തന്നെ നമ്മൾ 4 സൈഡും സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ബർഫിയുടെ ആ ഒരു രീതിയിൽ നമ്മൾ ബിസ്ക്കറ്റിൻ്റെ അതേപോലെ അങ്ങനെ ചതുരത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതുള്ള കാരണം ഇങ്ങനെ ഭംഗിയാക്കിയിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇങ്ങനെ നല്ല ഷേപ്പിലൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ ഒരു അളവിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പരത്തിയിട്ട് ഓരോ ഷേപ്പിൽ ഇങ്ങനെ എടുക്കുകയാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഹോസ്റ്റലിലേക്കോ അതുപോലെ തന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിലൊക്കെ 1 മാസം വരെ നമുക്കിത് നന്നായിട്ട് നല്ല ഫ്ലേവറിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കി വെക്കാം കേട്ടോ. നല്ല എയർ കണ്ടെയ്നറിൽ എയർ കിടക്കാത്ത കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി. 1 മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ നമുക്കിത് ഉണ്ടാക്കി വെക്കാം അധികം തന്നെ. നല്ല ടേസ്റ്റാട്ടോ. ഈ കോക്കനട്ടൊക്കെ ഇട്ട കാരണം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് സ്റ്റാറിലും അതുപോലെ ഹർട്ടിൻ്റെ ആ ഒരു ഷേപ്പിലും അതുപോലെ റൗണ്ടിലൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കാണ്.
ഒരു അത്യാവശ്യം ഒരു 10-35 ഈ ഒരു പിന്നെ അളവിലിട്ടോ ഒരു 35-37 പിന്നെ ബിസ്ക്കറ്റ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടോ. നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പം നമ്മൾ ഈ ബേക്കറികളിൽ നിന്നൊക്കെ ഇങ്ങനെ പിന്നെ ഡാൽഡ അതുപോലെ പിന്നെ റിഫൈൻഡ് ഓയിലുകളൊക്കെ നമ്മൾ ചേർത്തത് വാങ്ങണമെങ്കിൽ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ വിരുന്നുകാർ വരുമ്പോഴൊക്കെ നമുക്ക് ഇത് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയൊരു ബിസ്ക്കറ്റ് ആട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അത് പല ചെയ്യാൻ 1000 ചെയ്തിട്ട് 1001 ചെയ്തില്ലെങ്കിൽ അവിടെ അപ്പോൾ അതിൻ്റെ അവസാനം വരെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ബാക്കിയുള്ള എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി പരത്തി അതിൽ നിന്ന് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇത് നമുക്ക് ഒരുപാട് സമയം ഇതിന് വേണ്ട കേട്ടോ. നമുക്കുള്ള ഞങ്ങൾ കുറച്ച് സമയം മതി. ഞാൻ പറഞ്ഞ ഒരു 20-25 മിനിറ്റ് മതി. റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ബിസ്ക്കറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ലൊരു പരന്ന പിന്നെ നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ചൂട് നല്ല ഹൈ ഫ്ലെയിം തന്നെ ആക്കിയതിന് ശേഷം നമ്മളിത് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമ്മൾ ഫ്ലെയിം കുറക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഷുഗറൊക്കെ ചേർത്ത കാരണം നമ്മൾ ആ ഒരു കളറ് നമുക്ക് കിട്ടില്ല, കരിഞ്ഞു പോകും. അപ്പം നമുക്ക് ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വെന്ത് വരുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ബിസ്ക്കറ്റൊക്കെ എണ്ണയിലിട്ടതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ ബിസ്ക്കറ്റ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് നമ്മളിത് മറിച്ചിടുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് നല്ല കറക്റ്റ് പാകത്തിന് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്ത് സ്മെല്ലാണ്, അടിപൊളി സ്മെല്ലാണ്. ഞാൻ ഒരു കോക്കനട്ട് കുക്കീസ് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ഇതാണല്ലോ. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല കേട്ടോ. ഒട്ടും എണ്ണ കുടിക്കാത്ത രീതിയിലാണ്. അപ്പോൾ നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ ഇച്ചിരി സോഫ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് നല്ല പിന്നെ ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. മിക്സ് ചെയ്യല്ലേ, കുക്കീസല്ലേ. ഒരു കപ്പ് മൈദ, അതുപോലെ 2 ടേബിൾ സ്പൂൺ പിന്നെ വറുത്തതായാലും ഉള്ള റവ, പിന്നെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി. ഇത്രയും ഇതുകൊണ്ട് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മളിങ്ങനെ തീ നോർമലാക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ആ ഗോൾഡൻ കളറിനെ നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു ഗോൾഡൻ കളറ് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണിത്. നമ്മൾ പിന്നെ തീ കൂട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ ആ കറക്റ്റുള്ള ആ ഒരു ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും. ആ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. കിട്ടിയോ? അപ്പോൾ നമുക്ക് കുറച്ച് ഓയിലാട്ടോ ഞാൻ അത് കുക്ക് ചെയ്തത്. കാരണം ഓയിൽ വെറുതെ വേസ്റ്റ് ആക്കണമല്ലോ കരുതിയിട്ട്. അപ്പോൾ അതാ ഏകദേശമൊക്കെ പൊരിച്ച് കഴിഞ്ഞു കേട്ടോ.